ഹലോ, മിയാസ് വേഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് തൊടുപുഴയിൽ നിന്ന് ആലപ്പുഴയിലോട്ടാട്ടോ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ തലേ ദിവസം തന്നെ പോവുകയാണ് കേട്ടോ. എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ വണ്ടിയിൽ ലോങ് അടിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് അറിയണമല്ലോ. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ആദ്യം ട്രെയിനായി, അത് കഴിഞ്ഞ് ബസ്സിൽ പോകാമെന്ന് പറഞ്ഞു, അത് കഴിഞ്ഞ് പിന്നെ ബൈക്കിൽ പോകാമെന്ന് പറഞ്ഞു. ലാസ്റ്റ് ചോയ്സാണ് ഇതങ്ങ് എടുത്തത്, ഈ വണ്ടിയിൽ പോകാൻ. അപ്പം ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് അറിയണമല്ലോ. അപ്പം തൊടുപുഴയൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ഐബ്രോ ഒക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. സമയം കിട്ടാറില്ല, എന്നാ ചെയ്യാനാ. അപ്പം ഞാനിത് ഐബ്രോ ഒക്കെ എടുത്ത് വന്ന് കഴിഞ്ഞപ്പോൾ കാണുന്ന കാഴ്ചയാണിത്. എപ്പോഴത്തെ വീഡിയോ എടുത്താലും ഞാൻ എങ്ങോട്ടേലും ഒന്ന് മാറുന്ന സമയമാണെങ്കിൽ വണ്ടി ഒന്ന് നിർത്തുന്ന സമയത്ത് കാണുന്ന കാഴ്ച കേട്ടോ ഇത്. പിന്നെ നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കോലാനിയിലുള്ള ഇന്ത്യൻ ബേക്കറി കയറിയിട്ടാട്ടോ ഫുഡ് കഴിച്ച്. നമുക്ക് പരിചയമുള്ള കടയായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ജേർണി അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ തുടങ്ങിയപ്പം നമ്മൾ പോന്നു കഴിഞ്ഞപ്പോഴത്തേനും വലിയ പ്രശ്നങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. വലിയ കുലുക്കങ്ങളോ ഒന്നും ഉണ്ടായില്ല. വളരെ സ്മൂത്തായിട്ട് അങ്ങ് വണ്ടി പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്നും നിർത്തിയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോഴത്തെ പാല കഴിഞ്ഞിട്ടുള്ളൊരു സ്പോട്ടാണ്. എനിക്ക് കറക്റ്റ് പ്ലേസ് അറിയില്ല. ആർക്കെങ്കിലും സ്ഥലം അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇവിടെ ഇറങ്ങി ഒരു നല്ല കാറ്റും നല്ലൊരു അറ്റ്മോസ്ഫിയറൊക്കെ ഉള്ള ഒരു ഏരിയ ആയിരുന്നു കേട്ടോ. അപ്പം നമ്മളൊന്ന് വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് പോകുന്നത് കേട്ടോ. സമയം ഏകദേശം ഒരു 10-12 1 മണിയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത്. പിന്നെ സ്വത്തുമണിക്ക് ഒരു എൻ്റർടൈൻമെൻ്റ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പനും മോനും ഒരു എൻ്റർടൈൻമെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ ഇരുന്ന് ഊഞ്ഞാലാടലും പരിപാടികളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് പോന്നു. എനിക്ക് കറക്റ്റ് സ്ഥലങ്ങളൊന്നും പറയാൻ അറിയില്ല. ഈ സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു യാത്രയായിരുന്നു കേട്ടോ. ഗൂഗിൾ മാപ്പ് ഇട്ടാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് ഷോർട്ട് കട്ടൊക്കെ കയറിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ആ കടയിൽ നിന്ന് വാങ്ങിച്ചൊരു കട്ട്ലറ്റ് ഉണ്ടായിരുന്നു. അതിൽ ഞാൻ ഒരു കട്ട്ലറ്റ് അങ്ങ് കഴിച്ചു. എനിക്ക് വിശന്നിട്ടൊന്നും അല്ല, പിന്നെ ഒരു എൻ്റർടൈൻമെൻറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ. പിന്നെ അവിടെ നിന്ന് നമ്മളിങ്ങനെ പോന്ന് വന്നിട്ട് നല്ലൊരു കാഴ്ച കണ്ടു കേട്ടോ. ഇവിടെ നിന്ന് മുന്നോട്ട് നോക്കുമ്പോൾ ആഫ്രിക്കൻ പായലാണെന്ന് തോന്നുന്നു. നല്ല വയലറ്റ് കളറുള്ള പൂവ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ അത്. പക്ഷേ ഇറങ്ങി പറിക്കാനൊന്നും പറ്റിയില്ല. അത് കഴിഞ്ഞ് നമ്മൾ നേരെ തിരുവല്ല ആ റൂട്ട് കയറി കേട്ടോ. തിരുവല്ലയാണോ എന്താണെന്നൊന്നും കറക്റ്റ് അറിയില്ല. പിന്നെ ഈ വഴി കുറച്ച് ബ്ലോക്കായിരുന്നു. ഉച്ച സമയമൊക്കെ ആയതുകൊണ്ട് ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പിന്നെയും മുന്നോട്ട് യാത്ര ചെയ്തു. സത്യം പറഞ്ഞാൽ ഉച്ചയ്ക്ക് അവിടെ ചെല്ലുമെന്നാണ് നമ്മുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞത്. ഉച്ച കഴിഞ്ഞ് ഒരു ഉച്ചരയായിട്ടുണ്ട്. നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോഴത്തേനും ഞാൻ പിന്നെ കട്ട്ലറ്റൊക്കെ ഇടയ്ക്ക് നേരം പോക്കിന് കഴിച്ചായിരുന്നു. എന്നാലും ഒരു ചായ കുടിച്ചാൽ നല്ലതാവുമെന്ന് വിചാരിച്ച് നമ്മളൊരു ഇതിലെത്തി കഴിഞ്ഞപ്പോഴത്തേനും ഒരു ചായക്കട കണ്ടു കേട്ടോ. അപ്പോഴത്തേനും നമ്മൾ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചു. സ്വത്തുമണിക്കും കുറച്ച് നേരം റിലാക്സ് ആവട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ ഞങ്ങൾ. പിന്നെ അവിടെ നിന്ന് ചായ എല്ലാം കഴിച്ചിട്ട് നമ്മൾ പോന്നിട്ടുണ്ടായി. അപ്പോൾ ഏകദേശം 4 മണിക്ക് എങ്കിലും നമുക്ക് അവിടെ എത്താൻ പറ്റി എന്നുള്ളതാണ് വലിയ കാര്യം. ഒട്ടും ടൈം കിട്ടിയില്ല കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാടങ്ങ് യാത്രയിൽ സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് വീട്ടിൽ ചെന്നപ്പോൾ ഒട്ടും ടൈം കിട്ടിയില്ല. അങ്ങനെ 3 മണിക്കൂർ കൊണ്ട് ട്രാവൽ ചെയ്യുന്നിടത്തൊരു 4-5 മണിക്കൂർ ട്രാവൽ ചെയ്ത് നമ്മൾ അവസാനം എത്തിയിരിക്കുകയാണ്. ഇതാണ് എൻ്റെ അമ്മുക്കുട്ടി. അപ്പോൾ വന്ന പാടെ ഒരാൾ അടുക്കളയിൽ കയറി ഫുഡ് അടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് നേരം ഞാനൊന്ന് ഫ്രഷൊക്കെ ആയി കഴിഞ്ഞിട്ടാട്ടോ ഫുഡൊക്കെ കഴിച്ചത്. അത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാനും അമ്മും ഒക്കെ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇരുന്ന് അങ്ങനെ പിന്നെ രാത്രിയിൽ നമ്മൾ ചോറിൻ്റെ കൂടെ ചിക്കൻ കറിയും നല്ല മൊരിഞ്ഞ മീൻ വറുത്തതും നല്ല കൊഴുപ്പോടുകൂടിയുള്ള മീൻ കറിയും തോരനും ഒക്കെ കൂട്ടി കഴിച്ചു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. പിന്നെ നമ്മൾ കുറേ ലേറ്റായിട്ടാട്ടോ ഉറങ്ങിയത്. കാരണം പിന്നെ ചേട്ടൻ്റെ കുറേ കലാപരിപാടികൾ അവിടെ ഉണ്ടായി. അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. അതെ, നെയിൽ പോളിഷ് ഇടുക, മെഹന്തി ഇടുക, ഇതൊക്കെയായിരുന്നു നമ്മുടെ ചേട്ടൻ്റെ പരിപാടി. എന്താണെങ്കിലും ഫംഗ്ഷൻ്റെ അന്ന് നല്ല അടിപൊളിയായിരുന്നു. സ്വത്തിന് നല്ല വാശിയുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ഞങ്ങളുടെ കോലം. അപ്പോൾ ഒരു ഉച്ചയൊക്കെ ആയതുകൊണ്ട് നല്ല ചൂടുണ്ടായിരുന്നേ. ഇതാട്ടോ ജെവിൻ ചേട്ടൻ. എന്നാണെങ്കിലും ലാസ്റ്റ് ഒരു ക്യാമറയ്ക്ക് ഒരു പോസൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഉച്ച സമയത്തോടായിരുന്നു കേട്ടോ. 12-12:30 ആയപ്പോഴത്തേനുമായിരുന്നു പരിപാടി. നല്ല വെയിലുണ്ടായിരുന്നു. അടുത്ത് തന്നെയുള്ള അമ്പലത്തിൽ വെച്ച് തന്നെയായിരുന്നു കേട്ടോ.
സമുദ്രമാറ്റമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫോട്ടോയൊക്കെ കുറേ എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ കൂടെ നിന്ന് കുറേ ഫോട്ടോയൊക്കെ എടുത്ത് കഴിഞ്ഞ് ഞാൻ ആദ്യമേ ഫുഡ് കഴിക്കാൻ പോയി കേട്ടോ. സുത്തുമണീനെ നമ്മുടെ ചേട്ടയുടെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ പോയി. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അച്ചാർ, പിന്നെ എന്താണ് കിച്ചടി, പച്ചടി, ഇഞ്ചിപ്പുളി, പിന്നെന്താണ് എന്തൊക്കെയോ ഓലൻ, അങ്ങനെ കുറേ സാധനങ്ങൾ. എനിക്ക് പലതിൻ്റെ പേരറിയാൻ പാടില്ലായിരുന്നു. എനിക്ക് വിനീത എല്ലാം പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അതാണ്, ഇങ്ങനെയാണ് ചോറ് കഴിക്കേണ്ടതെന്നൊക്കെ. അപ്പം ആദ്യമേ ചോറ് വന്നപ്പോൾ ഞാൻ പരിപ്പും നെയ്യും ഒഴിച്ചാണ് ആദ്യമേ ചോറ് കഴിച്ചത്. പക്ഷെ ഞാനിതൊക്കെ ഇങ്ങനെ കഴിച്ചിട്ടില്ല കേട്ടോ ഇതുവരെയായിട്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കഴിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ സാമ്പാർ ഒഴിച്ച് കഴിച്ചത്. ലാസ്റ്റ് പായസം കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ചോറും മോരും കഴിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഞാനതങ്ങനെ കഴിച്ചില്ല കേട്ടോ. എനിക്ക് പായസം കഴിച്ചപ്പോഴത്തേനും എൻ്റെ വയറ് നിറഞ്ഞായിരുന്നു. പക്ഷേ പായസമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കേട്ടോ. പിന്നെ ഇഞ്ചിപ്പുളി നല്ല സൂപ്പറായിരുന്നു. ഒരുപാട് കറികളുണ്ടായിരുന്നു, എല്ലാം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പായസം ഞാൻ നന്നായിട്ട് ആസ്വദിച്ചങ്ങോട്ട് പഴവും പപ്പടവും ഒക്കെ കൂട്ടി കുഴച്ചിട്ട് കഴിച്ചു. എന്നിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ടും പിന്നെ ഒരു ഗ്ലാസ് പായസം കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പായസമൊക്കെ കുടിച്ച് മത്തടിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ അന്ന് തന്നെ നമ്മൾ തിരിച്ചു പോരുന്നതുകൊണ്ട് ചേട്ടായി കുറച്ച് നേരം റെസ്റ്റ് എടുത്തു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ആലപ്പുഴയിലെ വിശേഷങ്ങൾ. വണ്ടിയിൽ അടിപൊളിയായിരുന്നു പോകുന്നതിന്, ഒരു പ്രശ്നങ്ങളും ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.